എല്ലാവർക്കും നമസ്കാരം. ഒരു നിയമമന്ത്രിയിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്ന ഏറ്റവും മിനിമം കാര്യം എന്തായിരിക്കും? അദ്ദേഹത്തിന് നിയമജ്ഞാനം ഉണ്ടായിരിക്കും എന്നതാണ്, അല്ലേ? ആ പ്രതീക്ഷയെ തകിടം മറിച്ചിരിക്കുകയാണ് ഇപ്പോൾ നമ്മുടെ കേരളത്തിൻ്റെ നിയമമന്ത്രി ശ്രീ പി രാജീവ്. നമ്മുടെ 2 സർവകലാശാലകളിലെ താൽക്കാലിക VC നിയമനവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം നടത്തിയിരിക്കുന്ന ഒരു പ്രസ്താവന ഇപ്പോൾ ശ്രദ്ധിച്ചു. ആ പ്രസ്താവന കണ്ടാൽ അദ്ദേഹത്തിന് നിയമപരിജ്ഞാനം തീരെയില്ല എന്ന് തോന്നിപ്പോകും. അതുകൊണ്ട് തന്നെ നിയമപരിജ്ഞാനമുള്ള ആരെങ്കിലുമായി ശ്രീ രാജീവ് കൺസൾട്ട് ചെയ്തതിന് ശേഷം അദ്ദേഹം ഏത് വിഷയത്തിൽ എന്തഭിപ്രായമാണോ പറഞ്ഞിരിക്കുന്നത് ആ പ്രതികരണത്തിൻ്റെ നിയമസാധുത എന്താണ് എന്ന് ഒന്നുകൂടി പരിശോധിക്കുന്നത് നന്നായിരിക്കും എന്നാണ് പറയാനുള്ളത്. ഇതിന് കാരണമായത് നമ്മുടെ സാങ്കേതിക സർവകലാശാലയിലെയും ഡിജിറ്റൽ സർവകലാശാലയിലെയും താൽക്കാലിക VCമാരുടെ പുനർനിയമനമാണ്. നമ്മുടെ ഗവർണർ കൂടിയായിട്ടുള്ള ഈ 2 സ്ഥാപനങ്ങളുടെയും ചാൻസലർ ശ്രീ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ അദ്ദേഹം ഒരു പുതിയ ഓർഡർ ഇപ്പോൾ ഇറക്കിയിട്ടുണ്ട്. നേരത്തെ ആരെയായിരുന്നു താൽക്കാലിക VCമാരായി ഈ 2 സ്ഥലങ്ങളിലും നിയമിച്ചിരുന്നത് അവരെ വീണ്ടും അതേ പദവിയിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്യുന്ന ഒരു ഓർഡറാണ് പുറത്തു വന്നിരിക്കുന്നത്. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട് ഈ കഴിഞ്ഞ ദിവസം സുപ്രീം കോടതിയുടെ ഒരു ഉത്തരവ് വന്നിരുന്നു. ആ ഉത്തരവിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾക്കെല്ലാം വിരുദ്ധമായിട്ടാണ് സംസ്ഥാന ഗവർണർ ചാൻസലർ എന്ന നിലയ്ക്ക് പ്രവർത്തിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് ശ്രീ രാജീവ് പറയുന്ന അഭിപ്രായം. ഈ വിഷയത്തിൽ എന്താണ് സത്യാവസ്ഥ? രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ എന്ന നമ്മുടെ ഗവർണർ ചാൻസലർ അദ്ദേഹം ചെയ്തിരിക്കുന്നത് ശരിയാണോ, അതോ മന്ത്രി ശ്രീ രാജീവ് പറഞ്ഞിരിക്കുന്നതാണോ ശരി എന്നതിനെക്കുറിച്ച് വിശദമായി പരിശോധിക്കുകയാണ് ഈ വീഡിയോയിൽ നോക്കാം. നമുക്കറിയാം, നമ്മുടെ 2 പ്രധാനപ്പെട്ട സർവകലാശാലകളായിട്ടുള്ള സാങ്കേതിക സർവകലാശാലയിലും ഡിജിറ്റൽ സർവകലാശാലയിലും കുറേ നാളുകളായിട്ട് സ്ഥിരം വൈസ് ചാൻസലർമാരില്ല. അതുകൊണ്ട് തന്നെ ഈ 2 സ്ഥലങ്ങളിലും മറ്റ് 2 ആൾക്കാർക്ക് താൽക്കാലിക VC ചുമതല നമ്മുടെ ഗവർണർ ചാൻസലർ എന്ന നിലയ്ക്ക് നൽകിയിരിക്കുകയാണ്. അതിലൊന്ന് ശ്രീമതി സിസ തോമസും മറ്റൊന്നിൽ ശ്രീ ശിവപ്രസാദുമാണ് VCമാർ. ഈ 2 ആൾക്കാരുടെയും നിയമനത്തിനെ സംസ്ഥാന സർക്കാർ എതിർക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവരുടെ നിയമനം സർവകലാശാല ചട്ടങ്ങൾക്ക് വിരുദ്ധമാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവർ കേരള ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു. ഹൈക്കോടതി ആ കാര്യത്തിൽ സംസ്ഥാന സർക്കാരിന് അനുകൂലമായിട്ടുള്ള ഒരു അഭിപ്രായമാണ് വിധിയിലൂടെ കൊടുത്തത്. എന്നാൽ അത് പിന്നീട് സുപ്രീം കോടതിയിലേക്ക് എത്തുന്നു. സുപ്രീം കോടതി ഇത് പരിശോധിച്ചതിന് ശേഷം കുറേ കാര്യങ്ങൾ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. എങ്ങനെയാണ് താൽക്കാലിക VC നിയമനം നടത്തേണ്ടത് എന്നും എങ്ങനെയാണ് സ്ഥിരം VC നിയമനം നടത്തേണ്ടത് എന്നും ഏതൊക്കെ മേഖലകളിലാണ് സർക്കാരും അതേപോലെ ചാൻസലറും ഒന്നിച്ച് ചേർന്ന് പ്രവർത്തിക്കേണ്ടത് എന്നതിനെക്കുറിച്ചൊക്കെയാണ് വളരെ വിശദമായി സുപ്രീം കോടതി ഈ വിധിയിൽ പറഞ്ഞിരുന്നത്. എന്നാൽ ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നിർദ്ദേശം അത് ഒരു ഭാഗത്തല്ല ഒന്നിലധികം ഭാഗത്ത് പറഞ്ഞിട്ടുണ്ട്. ആ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് ഒരുപക്ഷെ നമ്മുടെ മന്ത്രി ശ്രീ രാജീവ് ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല. അങ്ങനെ ശ്രദ്ധിച്ചിരുന്നുവെങ്കിൽ അദ്ദേഹം ഈ ഒരു അഭിപ്രായം പറയുമായിരുന്നില്ല എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതെന്താണ് എന്ന് പരിശോധിക്കുകയാണ് ആദ്യം. ദിസ് പ്രോസസ് മേ ടേക്ക് സം ടൈം. അതായത് ഒരു സ്ഥിരം VCയെ നിയമിക്കുന്നതിന് വേണ്ടുന്ന പ്രോസസ്സിന് കുറച്ച് സമയമെടുക്കുന്നതാണ്. ഹൗവെവർ, എന്നിരുന്നാലും ഡ്യൂറിംഗ് ദി ഇന്റർറിഗ്നം പീരീഡ്, ഇതിൻ്റെ ഈ ഒരു ഇടക്കാലത്ത്, ഇറ്റ് ഈസ് ഓൾവേസ് ഓപ്പൺ ഫോർ ദ ചാൻസലർ ടു ഇഷ്യൂ എ ഫ്രഷ് നോട്ടിഫിക്കേഷൻ appointing a particular person or allowing the particular person already occupying the office in accordance with Section 13(7) of the Technological University Act and Section 11(10) of the Digital University Act respectively. അതായത് ഒരു സ്ഥിരം VCയുടെ നിയമനത്തിന് കുറേയധികം സമയമെടുക്കും എന്നതുകൊണ്ട് തന്നെ 2 പുതിയ നോട്ടിഫിക്കേഷനുകൾ ഇറക്കുന്നത് വഴി 2 വ്യക്തികളെ ഈ 2 സർവകലാശാലകളുടെയും താൽക്കാലിക VCമാരായിട്ട് നിയമിക്കാവുന്നതാണ്. അതല്ല എങ്കിൽ നിലവിൽ അവിടെയുള്ള VCമാരാരാണോ അവർക്ക് ഈ 2 യൂണിവേഴ്സിറ്റികളുടെയും ചട്ടങ്ങളിൽ പറഞ്ഞിരിക്കുന്നതനുസരിച്ച് അവരെ അവിടെ തുടരാൻ അനുവദിക്കാവുന്നതാണ് എന്നാണ് പറയുന്നത്. എന്നുവെച്ചാൽ നിലവിൽ VCമാരായിരിക്കുന്ന ശ്രീമതി സിസ തോമസ്, ശ്രീ ശിവപ്രസാദ് എന്നീ ആൾക്കാർക്ക് പുതിയൊരു നോട്ടിഫിക്കേഷൻ വഴി അതാത് സ്ഥാനങ്ങളിൽ ഈ 2 നിയമങ്ങൾക്കും അനുസൃതമായി തുടരാം എന്ന് തന്നെയാണ് പറയുന്നത്. ഇനി ഇതിൽ എന്തെങ്കിലും തരത്തിലുള്ള ക്ലാരിറ്റി കുറവുണ്ട് എങ്കിൽ അതിനെക്കുറിച്ച് വീണ്ടും സുപ്രീം കോടതി ഈ ഉത്തരവിൻ്റെ അവസാനം ആവർത്തിക്കുന്നുണ്ട്. അതിൻ്റെ 20ാമത്തെ പാരഗ്രാഫിൽ ഇങ്ങനെയാണ് പറയുന്നത്: We clarify that it shall be open for the Chancellor to issue 2 fresh notifications for the purpose of continuing with the present Vice Chancellors in accordance with Section 13(7) and Section 11(10) respectively of the 2 enactments for the appointment of Vice Chancellors in both the universities. അതായത് ഈ 2 സർവകലാശാലകളിലും നിലവിൽ ആരൊക്കെയാണോ VCമാരായിട്ട് ഇരിക്കുന്നത് അവരെ അതേ സ്ഥാനത്ത് തന്നെ തുടരണം എന്നുണ്ടെങ്കിൽ അതിന് പുതുതായിട്ടുള്ള 2 നോട്ടിഫിക്കേഷനുകൾ ഇറക്കിയാൽ മാത്രം മതിയാകും എന്നാണ് ഇവിടെ സുപ്രീം കോടതി പറയുന്നത്. ഇതേ തുടർന്ന് ഈ 2 ആൾക്കാരുടെയും താൽക്കാലിക വൈസ് ചാൻസലർ എന്ന നിലയ്ക്കുള്ള കാലാവധി ദീർഘിപ്പിച്ചുകൊണ്ട് ഇന്ന് ഉത്തരവായിട്ടുണ്ട് രാജ്ഭവനിൽ നിന്ന്. ഇതിനിടെ സർക്കാർ ചെയ്തത് ഈ 2 സർവകലാശാലകളിലും
ആരായിരിക്കണം താൽക്കാലിക വി സി എന്നതുമായി ബന്ധപ്പെട്ട് 3 പേരടങ്ങിയിരിക്കുന്ന 2 പാനലുകൾ നമ്മുടെ ഗവർണർക്ക് സമർപ്പിക്കുക എന്നുള്ളതായിരുന്നു. എന്നാൽ ആ പാനലിലുള്ള ഒരു പേര് പോലും ഇവിടെ ഗവർണർ സ്വീകരിച്ചില്ല. അദ്ദേഹം നിലവിൽ താൽക്കാലിക വി സിമാരായിട്ട് ആരൊക്കെയായിരുന്നു സെർവ് ചെയ്തിരുന്നത് അവരെ ഈ ഒരു പുതിയ ഓർഡർ വഴി ആ പദവികളിൽ തന്നെ എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുകയാണ്. ഇനി ഇതിൽ എന്തായിരുന്നു ശരിയായിട്ടുള്ള നിയമപ്രശ്നം എന്ന് നമുക്ക് ശ്രീ രാജീവിന് പറഞ്ഞു കൊടുക്കാം. അത് മനസ്സിലാക്കുന്നതിന് പ്രാഥമികമായി നമ്മൾ അറിയേണ്ടുന്ന മറ്റൊരു കാര്യമുണ്ട്. ഈ 2 ആൾക്കാരെയും ഈ 2 സർവകലാശാലകളുടെയും താൽക്കാലിക വി സിമാരായി നേരത്തെ തന്നെ ഗവർണർ അപ്പോയിന്റ് ചെയ്തുകൊണ്ട് ഒരു ഓർഡർ ഇറക്കിയപ്പോൾ ആ ഓർഡറിനെ ചാലഞ്ച് ചെയ്യുകയായിരുന്നു സംസ്ഥാന സർക്കാർ ചെയ്തത്. അതിൽ ഒരു ഭാഗം സംസ്ഥാന സർക്കാരിൻ്റെ വാദം ശരിയായിരുന്നു എന്നുള്ളതാണ് വസ്തുത. അതായത് നേരത്തെ ഉണ്ടായിരുന്ന ഉത്തരവിൽ ഈ 2 ആൾക്കാരെയും അൺടിൽ ഫർദർ ഓർഡേഴ്സ് താൽക്കാലിക വി സി ആയിട്ട് നിയമിക്കുന്നു എന്നാണ് പറഞ്ഞിരുന്നത്. അതായത് ഇതുമായി ബന്ധപ്പെട്ട് പുതിയ എന്തെങ്കിലും ഒരു ഉത്തരവ് ഉണ്ടാകുന്നത് വരെയും ഈ 2 ആൾക്കാരും ഈ 2 സർവകലാശാലകളുടെയും താൽക്കാലിക വി സി ആയി തുടരുന്നു എന്നതായിരുന്നു നേരത്തെ ഉണ്ടായിരുന്ന ഓർഡർ. ഇതിനെയാണ് സംസ്ഥാന സർക്കാർ ഹൈക്കോടതിയിൽ വെല്ലുവിളിക്കുന്നത്. സംസ്ഥാന സർക്കാർ അവിടെ പറയുന്നത് ഈ 2 സർവകലാശാലകളുടെയും താൽക്കാലിക വി സി നിയമനവുമായി ബന്ധപ്പെട്ട ചട്ടങ്ങളിൽ അൺടിൽ ഫർദർ ഓർഡേഴ്സ് എന്നൊരു പ്രൊവിഷൻ ഇല്ല, മറിച്ച് താൽക്കാലികമായിട്ടുള്ള വി സി നിയമനം എന്നത് കേവലം 6 മാസത്തെ പരിധി മാത്രമേ അതിനുണ്ടാകാവൂ എന്ന് കൃത്യമായി നിഷ്കർഷിച്ചിട്ടുണ്ട് എന്നുള്ളതായിരുന്നു. അത് സംസ്ഥാന സർക്കാരിൻ്റെ വാദം ശരിയായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ കേരള ഹൈക്കോടതിയും ഇപ്പോൾ സുപ്രീം കോടതിയും സംസ്ഥാന സർക്കാർ പറഞ്ഞിരിക്കുന്ന ആ ഒരു വാദത്തിനെ തത്വത്തിൽ അംഗീകരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ 2 ഭാഗത്ത് സുപ്രീം കോടതി ഈ വിധിയിൽ ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത് ഈ ആക്ടിന് കംപ്ലൈ ചെയ്തുകൊണ്ട് നിലവിൽ സെർവ് ചെയ്യുന്ന ആൾക്കാർ ആരാണോ അവരെ പുതിയ ഉത്തരവ് വഴി നിങ്ങൾക്ക് എക്സ്റ്റെൻഡ് ചെയ്യാം എന്ന്. അതായത് അൺടിൽ ഫർദർ ഓർഡേഴ്സ് നിങ്ങൾക്ക് നിയമിക്കാൻ കഴിയില്ല, മറിച്ച് പരമാവധി 6 മാസത്തെ കാലയളവിലേക്ക് മാത്രമേ അവരെ നിയമിക്കാൻ കഴിയുകയുള്ളൂ. ഇത് മാത്രമായിരുന്നു ഇതിൽ സുപ്രീം കോടതി പരിഗണിച്ച ഒരേ ഒരു നിയമപ്രശ്നം. അതല്ലാതെ സംസ്ഥാന സർക്കാർ കൊടുക്കുന്ന പാനലിൽ നിന്ന് മാത്രമേ ഒരാളിനെ അവിടെ വി സി ആയിട്ട് താൽക്കാലിക അടിസ്ഥാനത്തിലാണെങ്കിലും വെക്കാവൂ എന്ന് ഒരിക്കലും സുപ്രീം കോടതി പറഞ്ഞിരുന്നില്ല. അതുകൊണ്ട് തന്നെ എന്താണ് ഈ 2 ആൾക്കാരെയും താൽക്കാലിക വി സിമാരായി എക്സ്റ്റെൻഡ് ചെയ്തുകൊണ്ട് ഇപ്പോൾ രാജ്ഭവൻ ഇറക്കിയിരിക്കുന്ന ഓർഡറിൽ പറഞ്ഞിരിക്കുന്നത് എന്നുള്ളത് ശ്രദ്ധിക്കേണ്ടതാണ്. ഈ 2 ആൾക്കാരെയും നിയമിക്കുന്നു എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ താഴെ ഈ നിയമനം എന്നു വരത്തേക്കാണ് എന്ന് പറയുന്നുണ്ട്. അതിങ്ങനെയാണ്: ദി എബവ് അപ്പോയിൻമെൻറ്റ്സ് ആർ ഫോർ എ പീരീഡ് ഓഫ് 6 months ഓർ ടിൽ എ റെഗുലർ വൈസ് ചാൻസലർ ഈസ് അപ്പോയിൻറ്റഡ് വിച്ച് എവർ ഈസ് എർലിയർ. അതായത് ഒന്നുകിൽ ഈ 2 ആൾക്കാരുടെയും അപ്പോയിൻമെൻറ്റ് ടേം എന്ന് പറയുന്നത് 6 മാസം വരെയാണ്, അതല്ല എങ്കിൽ ഒരു സ്ഥിരം വി സിയെ അവിടെ നിയമിക്കുന്നത് വരെയാണ്. ഇത് രണ്ടിൽ ആദ്യം സംഭവിക്കുന്നത് ഏതാണോ അതുവരെയാണ് അവർക്കവിടെ തുടരാൻ കഴിയുക. വളരെ കൃത്യമായി സുപ്രീം കോടതി എന്താണോ ഈ ഒരു ഉത്തരവിൽ പറഞ്ഞിരിക്കുന്നത് അതിനെ പൂർണ്ണമായും ഉൾക്കൊണ്ടുകൊണ്ടാണ് ഇപ്പോൾ ഈ ഒരു ഓർഡർ രാജ്ഭവനിൽ നിന്ന് ഉണ്ടായിരിക്കുന്നത്. ഇതിലാണ് നിയമപ്രശ്നങ്ങളൊക്കെ തന്നെ ആരോപിച്ചുകൊണ്ട് സുപ്രീം കോടതി വിധിയെ ഇതാ ഗവർണർ ധിക്കരിച്ചിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ വിഷയത്തിൽ നിയമപരിജ്ഞാനം തനിക്കില്ല എന്ന് പ്രദർശിപ്പിച്ചുകൊണ്ട് മന്ത്രി ശ്രീ രാജീവ് രംഗത്തെത്തിയിരിക്കുന്നത്. അദ്ദേഹം പറയുന്നത് സംസ്ഥാന സർക്കാർ കൊടുക്കുന്ന ലിസ്റ്റിൽ നിന്ന് വേണം ഈ വി സി നിയമനം നടത്തേണ്ടത്, അത് താൽക്കാലിക വി സിമാരുടെ കാര്യത്തിലായാലും എന്നാണ്. അതുമായി ബന്ധപ്പെട്ട് സർവകലാശാലകളുടെ നിയമം പറഞ്ഞിരിക്കുന്നത് എന്താണ് എന്നതിനെക്കുറിച്ച് അദ്ദേഹം ഒന്നുകൂടി വായിച്ചു നോക്കണം. നമ്മുടെ പല ചർച്ചകളിലും പങ്കെടുക്കുന്ന നിയമവിദഗ്ധരായിട്ടുള്ള ആൾക്കാർ എല്ലായ്പ്പോഴും ചൂണ്ടിക്കാട്ടുന്ന നിയമത്തിലുള്ള ഒരു ഇംഗ്ലീഷ് പ്രയോഗമുണ്ട്. മേ എന്നുള്ള ഇംഗ്ലീഷ് വാക്കും ഷാൽ എന്ന ഇംഗ്ലീഷ് വാക്കും ഏതൊക്കെ സാഹചര്യത്തിലാണ് നിയമപരമായിട്ട് റെലവൻ്റ് ആകുന്നത് എന്നതിനെക്കുറിച്ച്. അതായത് ഏതെങ്കിലും ഒരു നിയമത്തിൽ മേ ആണ് ഉപയോഗിച്ചിരിക്കുന്നത് എങ്കിൽ അങ്ങനെ ചെയ്യാവുന്നതാണ് എന്നാണ് അതിനർത്ഥം. ഷാൽ എന്നാണ് ഉപയോഗിച്ചിരിക്കുന്നത് എങ്കിൽ അങ്ങനെ ആയിരിക്കണം ചെയ്യുന്നത് എന്നുള്ള നിഷ്കർഷയാണ്. അതായത് മേ എന്നത് നിർബന്ധപൂർവം പറയുന്ന ഒരു കാര്യമല്ല, മറിച്ച് ഷാൽ എന്നത് നിർബന്ധപൂർവം പറയുന്ന ഒരു കാര്യമാണ്. ഷാലാണ് പറഞ്ഞിരിക്കുന്നത് എങ്കിൽ ആ പറഞ്ഞിരിക്കുന്നത് മാത്രമാണ് ചെയ്യേണ്ടത്, അതല്ലാതെ മറ്റൊന്നും ചെയ്യാൻ കഴിയില്ല എന്നാണ്. ഈ ഒരു സാഹചര്യത്തിൽ എന്താണ് ഈ 2 സർവകലാശാലകളിലും താൽക്കാലിക വി സിമാരെക്കുറിച്ച് അവരുടെ നിയമനത്തിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് എന്നുള്ളത് നോക്കാം. വേർ ദ വേക്കൻസി ഓഫ് വൈസ് ചാൻസലർ എറൈസസ് ഇൻ എനി ഓഫ് ദ ഫോളോയിങ് സർക്കംസ്റ്റാൻസസ്, ഏതൊക്കെ സാഹചര്യത്തിലാണ് എന്ന്, മരണം മൂലമോ രാജി മൂലമോ എന്തെങ്കിലും ഒരു നടപടി മൂലമോ ഒക്കെ തന്നെ വൈസ് ചാൻസലർ ഇല്ലാതെ വരുന്ന ഒരു സാഹചര്യത്തിനെക്കുറിച്ച് താഴെ ലിസ്റ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെ എന്തെങ്കിലും ഉണ്ടാവുകയും പകരം ഒരു താൽക്കാലിക അടിസ്ഥാനത്തിൽ വൈസ് ചാൻസലർ നിയമിക്കുകയും ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം എന്നാണ് ഇവിടെ പറയുന്നത്. ദ ചാൻസലർ മേ അപ്പോയിൻറ്റ് ദ വൈസ് ചാൻസലർ ഓഫ് എനി അതർ യൂണിവേഴ്സിറ്റി, മറ്റേതെങ്കിലും ഒരു സർവകലാശാലയുടെ വൈസ് ചാൻസലർക്ക് ഈ താൽക്കാലിക ചുമതല നൽകാം. ഓർ ദ പ്രോ വൈസ് ചാൻസലർ ഓഫ് ദിസ് യൂണിവേഴ്സിറ്റി, അതാത് സർവകലാശാലയിൽ തന്നെയുള്ള പ്രോ വൈസ് ചാൻസലർക്ക് ഈ വൈസ് ചാൻസലറുടെ താൽക്കാലിക ചുമതല നൽകാം.
ഓർ ദ സെക്രട്ടറി ടു ഗവൺമെൻറ് ഹയർ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റ്. അതല്ലെങ്കിൽ നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് സെക്രട്ടറിയെ വേണമെങ്കിലും ഈ താൽക്കാലിക VC ചുമതല ഏൽപ്പിക്കാം. റെക്കമെൻഡഡ് ബൈ ദ ഗവൺമെൻറ്, ഗവൺമെൻറ്റിൻ്റെ നിർദ്ദേശപ്രകാരം, ശുപാർശ പ്രകാരം, ടു ബി ദ വൈസ് ചാൻസലർ ഫോർ എ പീരീഡ് ഓഫ് നോട്ട് എക്സീഡിംഗ് 6 months ഇൻ ദി അഗ്രഗേറ്റ്. അതായത് മൊത്തത്തിൽ ഇവരുടെ ഒരു സമയം എന്നത് ഈ അപ്പോയിൻമെൻറ്റിന് ശേഷം 6 മാസമായിരിക്കണം എന്ന രീതിയിലത്തേക്ക് കൊടുക്കാം എന്നാണ് പറയുന്നത്. പ്രത്യേകം ശ്രദ്ധിക്കുക, ദ ചാൻസലർ മേ അപ്പോയിൻറ്റ് എന്നാണ് പറയുന്നത്. ദ ചാൻസലർ മേ, അതായത് ഈ പറയുന്ന രീതിയിൽ സർക്കാരിൻ്റെ ശുപാർശയോടുകൂടി അങ്ങനെ ചാൻസലറിന് ചെയ്യാം എന്നാണ് പറയുന്നത്. അങ്ങനെ ചെയ്യണം എന്ന് പറയുന്നില്ല, ഷാൽ അപ്പോയിൻറ്റ് എന്ന് പറയുന്നില്ല. എന്ന് വെച്ചാൽ ഈ പറഞ്ഞിരിക്കുന്ന മാനദണ്ഡങ്ങൾ പ്രകാരമല്ലാതെ, സംസ്ഥാന സർക്കാർ കൊടുത്തിരിക്കുന്ന ലിസ്റ്റിൽ നിന്നല്ലാതെ ഈ പറയുന്ന എല്ലാ ക്വാളിഫിക്കേഷനുമുള്ള മറ്റേതൊരാളിനെ വേണമെങ്കിലും ചാൻസലർക്ക് അവിടുത്തെ താൽക്കാലിക വൈസ് ചാൻസലറായിട്ട് നിയമിക്കാം എന്നാണ് അതിൻ്റെ അർത്ഥം. എന്ന് വെച്ചാൽ ഏതെങ്കിലും മറ്റൊരു സർവകലാശാലയിലെ VC ആയിരിക്കണം, അതല്ല എങ്കിൽ അതാത് സർവകലാശാലയിലെ പ്രോ വൈസ് ചാൻസലർ ആയിരിക്കണം, ഇനി അതുമല്ല എങ്കിൽ സർക്കാരിൻ്റെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പിൻ്റെ സെക്രട്ടറിയെ വേണമെങ്കിലും ഈ ഒരു പദവിയിലേക്ക് നിയമിക്കാം. എന്ന് വെച്ചാൽ സർക്കാർ കൊടുക്കുന്ന ലിസ്റ്റിൽ നിന്ന് മാത്രമേ താൽക്കാലിക വൈസ് ചാൻസലർമാരെ നിയമിക്കാൻ പാടുള്ളൂ എന്ന് ഈ നിയമത്തിൽ ഒരിടത്തും പറയുന്നില്ല. സംസ്ഥാന സർക്കാർ ഇവിടെ കൊടുത്തിരുന്നത് 3 പേരുടെ ലിസ്റ്റാണ്. അങ്ങനെ 3 പേരുടെ ലിസ്റ്റ് കൊടുക്കണം എന്നും ഇതിൽ പറയുന്നില്ല എന്നുള്ളതാണ് വ്യക്തം. എന്ന് വെച്ചാൽ സംസ്ഥാനത്തിൻ്റെ മാത്രം റെക്കമെൻഡേഷൻ അനുസരിച്ച് പ്രവർത്തിക്കാൻ ഇവിടെ ചാൻസലർ എന്ന നിലയിൽ ഗവർണർ ബാധ്യസ്ഥനല്ല എന്ന് തന്നെയാണ് ഈ നിയമത്തിൽ നിന്ന് മനസ്സിലാകുന്നത്. ഇത് മറ്റാരെക്കാളും നന്നായിട്ട് അറിയാവുന്നത് സുപ്രീം കോടതിക്ക് തന്നെയാണ്. അവിടെ 2 അംഗ ബെഞ്ചാണ് ഇതിൽ വിധി പറഞ്ഞത്. അതുകൊണ്ട് തന്നെയാണ് ഈ നിയമവ്യവസ്ഥകളെല്ലാം പൂർണ്ണമായി മനസ്സിലാക്കിയ ശേഷവും താൽക്കാലിക VCമാരായിട്ട് തുടരുന്ന ആൾക്കാർക്ക് വേണമെങ്കിൽ എക്സ്റ്റൻഷൻ കൊടുക്കാനായിട്ട് പുതിയ നോട്ടിഫിക്കേഷൻ ഇറക്കിയാൽ മാത്രം മതി എന്ന് ചാൻസലറോട് സുപ്രീം കോടതി നിർദ്ദേശിച്ചത്. അതല്ലാതെ ഒരിക്കലും പുതിയ ആൾക്കാരെ നിയമിക്കണം എന്ന് പറഞ്ഞിട്ടില്ല. സർക്കാർ ഒരു ലിസ്റ്റ് കൊണ്ടുവന്നതിന് ശേഷം മാത്രമേ നിയമിക്കാവൂ എന്ന് പറഞ്ഞിട്ടില്ല. ഇതിൽ ഈ നിയമത്തിനെ കംപ്ലൈ ചെയ്യണം എന്ന് പറഞ്ഞിരിക്കുന്ന ഒരൊറ്റ കാര്യം മാത്രമേ ഉള്ളൂ. അതാണ് ഈ പറഞ്ഞിരിക്കുന്ന നോട്ട് എക്സീഡിംഗ് 6 months ഇൻ ദി അഗ്രഗേറ്റ് എന്നുള്ളത്. നേരത്തെ ഉണ്ടായിരുന്ന ഓർഡറിൽ അൺടിൽ ഫർദർ ഓർഡേഴ്സ്, ഇനിയൊരു ഉത്തരവ് ഉണ്ടാകുന്നത് വരെ എന്നായിരുന്നു പറഞ്ഞിരുന്നത് എങ്കിൽ അങ്ങനെ പാടില്ല എന്നുള്ളത് മാത്രമാണ് ഈ നിയമത്തിൻ്റെ ഒരു വയലേഷനായിട്ട് കണ്ടെത്തിയത്. ഇനി ആലോചിച്ച് നോക്കുക, ഗവർണർ ഇപ്പോൾ ഇറക്കിയിരിക്കുന്ന, രാജ്ഭവൻ ഇപ്പോൾ പുറത്തിറക്കിയിരിക്കുന്ന ഈ ഓർഡറിൽ പറയുന്നത് 6 മാസ കാലയളവ്, അതല്ല എങ്കിൽ VCയുടെ നിയമനം, ഇതിൽ രണ്ടിൽ ഏതാണോ ആദ്യം സംഭവിക്കുന്നത് ആ സമയം വരെ താൽക്കാലിക VCമാരായി ഇരുവർക്കും തുടരാം എന്നാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് നമ്മുടെ മന്ത്രി ശ്രീ രാജീവിനോട് പറയാനുള്ളത്, താങ്കൾ ഈ വിഷയത്തിൽ കുറച്ചുകൂടി നല്ല രീതിയിലത്തേക്കുള്ള നിയമപരിജ്ഞാനം നേടേണ്ടതാണ്. അതിൽ ഒന്നാമത്തെ കാര്യം, ഈ വിധിയിൽ പറഞ്ഞിരിക്കുന്നത് എന്താണ് എന്ന് ശ്രദ്ധിക്കുക. ഈ 2 ആൾക്കാർക്കും താൽക്കാലിക അടിസ്ഥാനത്തിൽ തുടരണമെങ്കിൽ ആകെ VC ചെയ്യേണ്ടുന്ന ഒരേ ഒരു കാര്യം പുതിയ നോട്ടിഫിക്കേഷൻ ഇറക്കുക എന്നുള്ളത് മാത്രമാണ്. അതിൽ അവർക്ക് 6 മാസത്തെ കാലപരിധി നിശ്ചയിക്കുക എന്നുള്ളത് മാത്രമാണ്. അത് ചെയ്തിട്ടുണ്ട്. അതല്ലാതെ സർക്കാർ ഒരു പുതിയ ലിസ്റ്റ് കൊണ്ടുവന്നിട്ട് അതിൽ നിന്ന് പുതിയ VC നിയമനം താൽക്കാലിക അടിസ്ഥാനത്തിലാണെങ്കിലും ഉണ്ടാകണമെന്ന് പറഞ്ഞിട്ടില്ല. സർക്കാർ 3 പേരുടെ ലിസ്റ്റ് കൊടുക്കണം എന്ന് പറഞ്ഞിട്ടില്ല. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഷാലല്ല ഉപയോഗിച്ചിരിക്കുന്നത്, നിയമത്തിൽ ഉപയോഗിച്ചിരിക്കുന്നത് മേ ആണ് എന്നുള്ളതും പ്രധാനമാണ്. അതുകൊണ്ട് തന്നെ നിയമനത്തിന് കോടതി മാനദണ്ഡം പറഞ്ഞിട്ടുണ്ട്, അതൊന്നും തന്നെ ഇവിടെ പാലിക്കപ്പെട്ടിട്ടില്ല എന്നൊക്കെ ശ്രീ P. രാജീവ് പറഞ്ഞാൽ അത് പരിഹാസ്യമായി പോകും എന്ന് മാത്രമേ പറയാനുള്ളൂ. കോടതി തന്നെ വളരെ കൃത്യമായിട്ട് 2 തവണ എക്സ്പ്ലിസിറ്റായിട്ട് ഇവർക്ക് തുടരാം എന്നതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് എന്നുള്ളത് താങ്കൾ ഓർക്കുക. ശ്രീ രാജീവ് ഇത് തിരുത്തണം എന്നുള്ളതാണ് എൻ്റെ അപേക്ഷ. പക്ഷേ നമ്മൾ മുമ്പും പല വിഷയങ്ങളിലും അദ്ദേഹത്തിനെ തിരുത്തിയിട്ടുണ്ട്. അതൊന്നും തന്നെ ഉൾക്കൊള്ളാൻ അദ്ദേഹം തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. ഇപ്പോൾ ഉദാഹരണത്തിന് അദ്ദേഹം കൈകാര്യം ചെയ്യുന്ന മറ്റൊരു വകുപ്പാണ് വ്യവസായ വകുപ്പ്. അവിടെ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സുമായി ബന്ധപ്പെട്ട് നമ്മൾ 1ാം റാങ്കിലാണ് ഇന്ത്യയിലുള്ള എല്ലാ സംസ്ഥാനങ്ങളെയും അപേക്ഷിച്ച് എന്നാണ് അദ്ദേഹം പറയുന്നത്. എന്നാൽ അങ്ങനെ ഒരു റാങ്കിങ് ഔദ്യോഗികമായിട്ട് നിലവിലില്ല എന്നുള്ളതും വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ആ റാങ്കിങ് നിർത്തലാക്കിയതാണ് എന്നതിനെക്കുറിച്ച് ഔദ്യോഗികമായിട്ട് കേന്ദ്ര വ്യവസായ മന്ത്രി തന്നെ പറഞ്ഞതിന് ശേഷവും ഇന്ന് അദ്ദേഹം ഇറക്കിയിരിക്കുന്ന ഏറ്റവും പുതിയ ഫേസ്ബുക്ക് പോസ്റ്റിലും നിക്ഷേപ സൗഹൃദ റാങ്കിൽ 28ാം സ്ഥാനത്ത് നിന്ന് 1ാം സ്ഥാനത്തേക്ക് കുതിച്ചുയർന്ന കേരളം എന്ന് സ്വയം അവകാശപ്പെടുകയാണ്. അതുകൊണ്ട് അദ്ദേഹത്തിന് ഈ വിഷയത്തിലും തിരുത്താൻ എനിക്ക് സാധിക്കും എന്ന് ഞാൻ കരുതുന്നില്ല. പക്ഷേ ഈ വീഡിയോ കാണുന്ന ആൾക്കാർക്കെങ്കിലും ഇതിൻ്റെ സത്യാവസ്ഥ എന്താണ് എന്ന് മനസ്സിലാക്കാൻ കഴിയും എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. ജയ് ഹിന്ദ്.